മണിക്കൂർ ഈ ചാത്തിനെ വിളിച്ചില്ല. നമുക്ക് ആൾക്കാർ ബിരിയാണിക്കാർ വന്നാൽ നമ്മൾ വിളിക്കുകയും ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു അമ്മേ ചാച്ചൻ ഉറങ്ങുമോ ഞാൻ പോന്നു. എനിക്ക് സങ്കടം കരഞ്ഞോണ്ടാണ് മണി വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ വന്നിട്ട് എൻ്റെ അനിയനോട് ഞാനിങ്ങനെ തറയനോട് പറഞ്ഞു. തറയൻ വിളിച്ചിട്ട് ഇടയാണ് നമ്മുടെ തറയുന്നില്ല കോണ്ടാക്ട് ബാബുവിനോട് ഇത് പറഞ്ഞു എടാ ഇങ്ങനെ എന്നാണ് 2 ചേട്ടായി ഇവിടെ വന്നിട്ട് ചാത്തനൊന്നും എഴുന്നേറ്റില്ല ബന്ധുക്കാരല്ലേ മോശം ആ ചേട്ടായിക്ക് ഭയങ്കര വിഷമായിട്ടാണ് അത് പറയാൻ ചോദിച്ചു. ചാത്തനെ കണ്ടപ്പോൾ ചോദിച്ചു ബിജിമിയോട് ചോദിച്ചു. അവർക്കത് ഭയങ്കര ക്ഷീണമാണ്. അവിടെ കിടന്ന് അതിൻ്റെ പേര് ഭയങ്കര അടിയാണ്. ഞാൻ 1 മാസം കഴിഞ്ഞപ്പോൾ ചാത്തൻ പറഞ്ഞു പക്ഷേ അവർക്ക് ഭയങ്കര അന്നേരം അത് പ്രശ്നമാവും. അതിങ്ങനെ ഇരട്ടി വരുമെന്നാണ് പറയുന്നത്. അത് നേരെ ഇരട്ടി ഇരിച്ചിട്ട് വരുമെന്ന് അതാ പറയാൻ. ഈ നെറ്റി ഇടിച്ചിട്ടുള്ള വീണ്ടും പറയട്ടെ ഞങ്ങളൊക്കെ നേരത്തെ ഞങ്ങൾ പറഞ്ഞതാ. ഞങ്ങള് നേരത്തെ തന്നെ അവരൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രല്ല അവിടെ വേറൊരു ലേഡി പറഞ്ഞില്ലേ വൈറ്റ് ചുരിദാറിട്ടെ ജിസ്മോളുടെ പുറം മുഴുവൻ പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഇൻക്വസ്റ്റിന് അവർ കയറിയതാ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൊലപാതകമാണ്. മുങ്ങി വെച്ച ആളെങ്ങനെ അന്വേഷിക്കണം. നീതി കിട്ടും. ദൈവത്തിന് ഏതാണെങ്കിലും എന്നതാണെങ്കിലും ദൈവം ഒരു മോളിലൊരാളില്ലേ ദൈവം നമുക്ക് നീതി തരും. ഇപ്പം തന്നെ എന്നാണെങ്കിലും ഒരു ഇതുമില്ലാതെ അവരെ അറസ്റ്റ് ചെയ്തില്ലേ. ഇനിയിപ്പോൾ അടുത്ത അന്വേഷണം നമുക്ക് നോക്കണം. നമുക്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് നീതി ഉണ്ടില്ല, കോടതിയുണ്ട്. മട്ടനും കഴിച്ചോണ്ടിരിക്കുന്ന സുഖജീവിതം അവിടെ അറസ്റ്റ് അല്ല വേണ്ട. നമുക്ക് FIR മർഡർ ആണ്. മാഡമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് CBI അന്വേഷണം ആവശ്യപ്പെടാമെന്നേ. അല്ല നമ്മളുണ്ടായിട്ട് കാര്യമില്ല. പല ഏമാമാരും കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ. ഇപ്പം തന്നെ കണ്ടില്ല ആ വേദിയിൽ ഇരുന്നിട്ട് പെണ്ണുങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ല. ഞാനിപ്പം പർപ്പസ്ലി എഴുന്നേറ്റൊന്ന് സംസാരിക്കേണ്ടായത്. എനിക്ക് ആരെയും പേടിയില്ലാത്ത ആളാട്ടോ. കാരണം വെച്ചാൽ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജിസ്മോള് ഒരു അഭിഭാഷക എന്താ നല്ല ചോദിച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഈ പറയാനൊക്കെ പറഞ്ഞ് നല്ലതാ, ഒരു കുഴപ്പമില്ല. അവനോടൊക്കെ ഞാൻ ചോദിച്ചതായില്ല. പോകണോ പോയിക്കോണോ?